പുത്തൻകുളം ആനത്തറവാടിൻ്റെ അഭിമാനമായി ലോകം മുഴുവൻ കൊട്ടിഘോഷിച്ചുകൊണ്ട് നാട്ടിൽ പെറ്റുവീണവനാണ് ശിവൻകുട്ടി. അതിൻ്റേതായ അഹങ്കാരവും ഇത്തിരി കുറുമ്പും അവൻ്റെ മുഖത്ത് തന്നെ ഒട്ടിച്ചു വച്ചിട്ടുമുണ്ട്. കാര്യം ശിവനേക്കാൾ 1-1.5 വയസ്സിൻ്റെയോ മൂപ്പ് കൂടുമെങ്കിലും തൊട്ടരികിൽ നിൽക്കുന്ന കണ്ണൻ ഉയരക്കാര്യത്തിൽ അനുജനാണ്. പെറ്റുവീണ നാൾ മുതൽ തന്നെ ശിവന് ഇവിടെ റേഷൻ പാലുണ്ട്. ആദ്യ ദിവസങ്ങളിൽ അമ്മയുടെ മുലപ്പാൽ കുറവാണോ എന്ന സംശയത്തിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ്. പക്ഷേ അമ്മ ആവശ്യത്തിന് ചുരത്തിത്തരാൻ തുടങ്ങിയിട്ടും റേഷൻ പാല് കട്ട് ചെയ്യാൻ ശിവൻകുട്ടി സമ്മതിച്ചില്ല. ശിവന് മാത്രം പാല് കൊടുക്കുന്നത് കാണുമ്പോൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന കണ്ണൻ കെറുവിക്കും. കണ്ണുകൾ മിഴിച്ച് പ്രതിഷേധിക്കും. ചങ്ങല പിടിച്ച് നിലത്തടിച്ച് വിപ്ലവം സൃഷ്ടിക്കും. പക്ഷേ ഇതൊന്നും കണ്ട ഭാവം പോലും കാട്ടുകയോ എൻ്റെ പാലിൽ നിന്ന് കുറച്ച് കണ്ണന് കൊടുത്തോളാൻ ശിവൻ പറയുകയോ ചെയ്യില്ല. പക്ഷേ ശിവൻ്റെ പാലിൻ്റെ പങ്ക് പറ്റുന്ന ഒരാൾ ആനത്താവളത്തിലുണ്ട്. അകാലത്തിൽ അമ്മ മരിച്ചുപോയ ഒരാട്ടിൻകുട്ടി. പക്ഷേ തള്ളയില്ല പൈതലല്ലേ, അതും ഇത്തിരി കുടിച്ച് ജീവിച്ചോട്ടെ എന്ന ദയാദാക്ഷിണ്യവും ശിവനിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഉടമയായ ഷാജിയുടെ നീലമാരുതി ആനത്താവളത്തിൻ്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ശിവനറിയാം തനിക്കുള്ള പാൽ എത്തിക്കഴിഞ്ഞുവെന്ന്. അല്ല, കാർ കാണുക തന്നെ വേണ്ട, അതിൻ്റെ ഹോൺ കേട്ടാൽ മതി. പക്ഷേ ആ ഹോൺ കേൾക്കേണ്ട താമസം കൃത്യമായിട്ട് ഹാജർ വയ്ക്കാൻ ആട്ടിൻകുട്ടിയും ഓടിയെത്തും. അമ്മയുടെ ഗർഭത്തിൽ ഉരുവം കൊണ്ടത് ബീഹാറിൽ വെച്ചാണെങ്കിലും കേരളത്തിൽ ജനിച്ചു വീണതിൻ്റെ ഗുണമാണോ എന്തോ ശിവനാണ് കണ്ണനേക്കാൾ ലക്ഷണ തികവുകൾ. എന്നാൽ ആനകൾക്കുത്തമം എന്ന് വിധിച്ചിട്ടുള്ള കരിവീട്ടി കറുപ്പ് നിറം കണ്ണനാണ്. കീഴ്ക്കൊമ്പാണെന്നത് മാത്രമാണ് അവൻ്റെ ചെറിയ ഒരു ന്യൂനത. പക്ഷേ ഒരു കാര്യത്തിൽ കണ്ണന് ന്യായമായും അഭിമാനിക്കാം. അവൻ ജീവിക്കുന്നത് സ്വന്തമായി വേല ചെയ്താണ്. ഇക്കഴിഞ്ഞ ഉത്സവ സീസണിൽ കണ്ണൻ തിരുവിതാംകൂറിലെ, വിശേഷിച്ചും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഉത്സവങ്ങളിലെ മിന്നും താരമായിരുന്നു. കൊച്ചുമക്കൾ തമ്മിലുള്ള വാശിയും കളിയുമൊക്കെ കണ്ടു നിൽക്കുന്നത് പുത്തൻകുളം അർജുന് രസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വടക്കേന്ത്യയിൽ നിന്ന് ഒരുപാട് ആനകളെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ള അതിന് നിമിത്തമായിട്ടുള്ള ഒരാളാണല്ലോ ഷാജിയേട്ടൻ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഓരോ ആനയും കണ്ടെത്തുന്നതിന് നമുക്ക് ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പൊ എന്തായിരിക്കും അത് നമുക്ക് ഇവന്റെ ഒരു പ്രത്യേകതയായിട്ട് ആദ്യം തോന്നിയത്? ഇതിന്റെ ഹെവി ബോഡി ആയിരുന്നു, വളരെ വളരെ ഇപ്പൊ ഇത്തിരി മോശമായിരിക്കും, എന്നാലും വലിയ മതപ്പാട് കഴിഞ്ഞത് കൊണ്ടാണ് ക്ഷീണമുണ്ട്. നല്ല നല്ല ബോഡിയും പിന്നെ കൊമ്പിൻ്റെതും തലയിലും പിന്നെ പ്രായത്തിലും പിന്നെ എല്ലാം കൊണ്ട് സ്വഭാവത്തിൽ നമ്പർ 1 ആണ്. അതും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ വടക്കേന്ത്യയിൽ നമുക്ക് ഒരു ആനയെ മേടിക്കുന്ന സമയത്ത് ഒരു ആനയുടെ സ്വഭാവമൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റാറുണ്ടോ? അതിന്റെ പൂർവ്വകാലത്തെ പറ്റി ഞാൻ അന്വേഷിക്കാറുണ്ട്. ഉണ്ട്. എപ്പോഴും സ്വഭാവത്തിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. കാഴ്ചയുള്ള എത്രയോ നല്ല ആനകളുണ്ട് നമുക്ക് ഒന്നിനും കൊള്ളാത്ത. അതെ. ഉത്തർപ്രദേശിൽ നിന്നാണെങ്കിലും ബീഹാറിൽ നിന്ന് നമ്മൾ ഓരോ ആനകളെ കൊണ്ടുവരുമ്പോൾ അതിന്റെ സ്വഭാവത്തിൽ നമ്മൾ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ പോലെ കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. സ്വഭാവത്തിൽ 2 വർഷം വരെയൊക്കെ ആനകൾ പൊതുവെ ആനകൾ സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കത്തില്ല, കുറച്ച് പാവമായിട്ട് നിൽക്കും. 2 വർഷം കഴിയുമ്പോഴാണ് അവന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ. ഒരു മനുഷ്യൻ തന്നെ വേറെ പുതിയ നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി ആദ്യകാലത്ത് നാട്ടുകാർക്കിടയിൽ വളരെ പാവമായിരിക്കും. പതുക്കെ അവിടെ ഒരു സ്ഥലത്തൊക്കെ പുള്ളി വാസം ഉറപ്പിച്ചു കഴിയുമ്പോഴായിരിക്കും തനി സ്വഭാവം വരുന്നത്. അതെ. പക്ഷെ ഇതിനെ നമുക്ക് മുമ്പേ ഇതിന്റെ പൂർവ്വ ചരിത്രങ്ങളൊക്കെ അറിയാം. വടക്കൻ നാട്ടിൽ നിന്ന്, ആശ്രമത്തിൽ നിന്ന് ഈ മലയാളികൾ പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊണ്ടുപോന്നപ്പോൾ ഒട്ടൊന്നുമല്ല മനസ്സ് കലങ്ങിയത്. പക്ഷേ ഇവിടെ ഈ ആനത്താവളത്തിൽ എത്തിയപ്പോഴുള്ള രസം അത് പ്രതീക്ഷയ്ക്കും അപ്പുറം തന്നെയാണ്. എവിടെ നോക്കിയാലും
ഹിന്ദി പറയുന്ന ബീഹാറികളും ഉത്തർപ്രദേശ് യാദവരും. ഹം തും എക് കമരേ മേം ബന്ധുഹോ എന്ന് മൂളിപ്പാട്ട് പാടി പുഷ്പശരങ്ങളെയ്യുന്ന സുന്ദരി കോതകൾ. അതെ, കൊതിച്ചതെന്ത്, വിധിച്ചതെന്ത്. ഒന്നോർത്താൽ ഒരാനയുടെ ജീവിതത്തിനും ഇത്തിരി രസമൊക്കെ ഉണ്ട്. വടക്കുനിന്നും വന്ന് തെക്കിൻ്റെ പ്രണയഗന്ധർവനായി മാറുന്ന പുത്തൻകുളം അർജുനന്റെ പൈങ്കിളി സ്വപ്നങ്ങളും പരുക്കൻ ജീവിതഗാഥകളും ഇവിടെ തീരുകയല്ല, തുടരുക തന്നെയാണ്.